ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Asilva Anil യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസിപ്പി ഒന്നായിട്ടല്ല വന്നിരിക്കണേ, ഒരു കോഴി പരിപാലനത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഇതൊക്കെ കോഴി വളർത്തൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ പണ്ട് കോഴികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കോഴികളുള്ളത്. അത് കാരണം തന്നെ അവരാദ്യമായിട്ടാണ് വീട്ടിലിങ്ങനെ കോഴീനെയൊക്കെ കാണുന്നത്. അത് കാരണം ഭയങ്കര മഹാത്ഭുതം പോലെ തന്നെയാണ്. നമ്മൾ വീട്ടിലെ കുട്ടികളെ കൊണ്ടു നടക്കണ പോലെ അവർ കോഴീനെ കൊണ്ട് നടക്കണം. കാരണം സ്കൂളും ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കോഴിയെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പം നമുക്കിവിടെ അത്യാവശ്യം പറമ്പും കാര്യങ്ങളുള്ള കാരണം നമ്മൾ കൂട്ടിലിട്ടിട്ട് നല്ല വളർത്തണ പുറത്തേക്ക് വിട്ടിട്ട് കൂടെ കൊണ്ട് നടക്കും. കാരണം പണ്ടും നമ്മൾ പട്ടികൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും തന്നെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പട്ടി, കീരി, കുറുക്കനൊക്കെയാണ് നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അത് കാരണം കൂടെ നടക്കാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ നോക്കി വരുമ്പോഴാണ് ഈ കോഴിക്ക് ചെറിയ അസുഖങ്ങൾ വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അപ്പം അടുക്കും. ഏതെങ്കിലും ഒന്നിനും വയ്യാണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിലും വലിയ വിഷമമാണ്. അപ്പോൾ നമ്മുടെ ഒരു കോഴിയുണ്ട്. ഇവിടെ കോഴികൾക്ക് വേറെ പേരുകളാണ് കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ ഇങ്ങനെ നീണ്ടു പോവും. അത് നമുക്ക് പിന്നീട് വേറെ പറഞ്ഞു തരാം. നമ്മുടെ ഇവിടുത്തെ കോഴികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മുടെ ഒരു കോഴിയുടെ കാലിന് ചെറിയ ഞൊണ്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിയാണ് കേട്ടോ. അത് ക്രോയിലർ ആ വിഭാഗത്തിൽപ്പെട്ട കോഴിയാണ്. അപ്പോൾ ആൾക്കൊരു ഞൊണ്ടൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കർപ്പൂര തൈലൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോഴിക്കൂടിൽ ഇരുന്നിട്ടാണ് തോന്നുന്നു അതിന് ചെറിയ പൊട്ടലും അതുപോലെ ചെറിയ വീർമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ പണ്ട് ഇവിടെ പച്ചില മരുന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മരുന്നാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ രോഗി ആയ കോഴി കേട്ടോ. കണ്ടില്ലേ, ഒരു ചെറിയ ഞൊണ്ടൽ. ഇപ്പോൾ ഇന്നലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഞൊണ്ടലുണ്ട് ഇന്ന്. പറഞ്ഞ പോലെ നമ്മൾ തൈലം ഇട്ടെങ്കിൽ തൈലം തുണിയിൽ ചുറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ആയാലും നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ പച്ചില മരുന്ന് ഉപയോഗിക്കണമെന്ന് മാത്രം. ഇപ്പം ഞാൻ 2 നേരം പച്ചില മരുന്ന് അതുപോലെ ചിലപ്പോൾ ഉച്ച നേരത്ത് തൈലം പറ്റിയിട്ട് തുണി ചുറ്റിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും തൈലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഈ കോഴിയുടെ ഞൊണ്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിൽ വരാം. ചിലപ്പോൾ കാൽസ്യക്കുറവ് കാരണം വരാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ തോട് ഭക്ഷണത്തിൽ പൊടിച്ചിട്ട് കൊടുക്കുക, നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ വെയിറ്റ് കൂടിയിട്ട് വരാം. അതുപോലെ അങ്ങനെ പല കാരണങ്ങളാണ് വരിക. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്ത് മരുന്നായാലും ഇപ്പോൾ പച്ചില മരുന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഒരു 4-5 ദിവസമൊക്കെ നമ്മൾ ക്ഷമയോട് കൂടി തന്നെ പരട്ടണം. 2 നേരമൊക്കെ പരട്ടി കൊടുക്കുക തന്നെ വേണം. അല്ലാണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ മാറി വരുന്നില്ല കേട്ടോ. ചിലത് കാൽസ്യക്കുറവ് കാരണം വരാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ആളുടെ പ്രശ്നം ഈ ഞൊണ്ടൽ കണ്ടുല്ലോ. ഇനി നമുക്ക് മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കണമെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ കർപ്പൂരാതി തൈലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതും നല്ലത് തന്നെയാണ് കേട്ടോ. അതൊന്ന് ചിറ്റിയിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മരുന്നിൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് മുരിങ്ങയുടെ മുരിങ്ങയിലയാണ് ചേർക്കുന്നത് കേട്ടോ. മുരിങ്ങത്തോലും നല്ലത് തന്നെയാണ്, പക്ഷേ ഇതിൽ മുരിങ്ങയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് മുരിങ്ങയില പോയി പൊട്ടിച്ചിട്ട് വരാം. ഇവിടെ അതേ മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ രോഗിയായ കോഴിയുടെ പേര് സിറ്റ് എന്നാണ് കേട്ടോ. മേടിച്ച സമയത്ത് ഇത് ഏത് നേരം ഇരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് സിറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാക്കിയുള്ള കോഴികളുടെ പേരൊക്കെ കേട്ടാൽ അത് നല്ല അതിവിശേഷമാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറൊരു വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവാം. പിന്നെ നമ്മൾ ഇതിലെടുക്കുന്നത് ചതകുപ്പയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചതവൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ചതകുപ്പി ഉണ്ട് വെച്ചെങ്കിൽ അത് എടുക്കാം. പിന്നെ കല്ലുപ്പ് വേണം, അതുപോലെ തന്നെ മഞ്ഞൾ. അപ്പോൾ നമുക്ക് മുമ്പ് മുരിങ്ങയില പൊട്ടിക്കാം. അപ്പോൾ ഇത് നോക്കൂ, ഇതാണ് ചതകുപ്പ എന്ന് പറയുന്നത്. ജീരകം പോലെ ഇരിക്കും. ഞാനിത് ഓൾറെഡി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ, കുതിർത്താനായിട്ട്. ഇതേക്കണ്ട ചതകുപ്പ നമ്മൾ പെട്ടി മരുന്ന് കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും ചതകുപ്പ എന്ന് പറഞ്ഞത്. അത് നമ്മൾ കുറച്ച് അരിക്കാടി വെള്ളം എന്ന് വെച്ചെങ്കിൽ നല്ലത്. നമുക്ക് അരിക്കാടി വെള്ളമൊക്കെ കുട്ടികൾ നമ്മൾ വീണാൽ തന്നെ ഇവിടെ ഞങ്ങൾ അരിക്കാടി വെള്ളത്തിൽ തൊട്ടാവാടി അരച്ച് പരട്ടാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആ വീർമയൊക്കെ മാറും. വീണിട്ട് നല്ല ഇതായിട്ട് പൊന്തി വന്ന ബോൾ പോലെ നിൽക്കുന്ന സംഭവം വരെ ഈ കടിവെള്ളത്തിൽ ഈ തൊട്ടാവാടി അരച്ചിട്ടാൽ മാറാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫലപ്രദമായ മരുന്നുകൾ തന്നെയാണ് ഈ തൊട്ടാവാടി എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ആൾക്ക് നല്ല ഞൊണ്ടലുള്ള കാരണം ഈ ചതകുപ്പയൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. ചതവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് വെച്ചെങ്കിൽ മാറിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് അരിക്കാടി വെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടുക. ഒന്ന് കുതിർത്തിയാലാണ് അരച്ച് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അതേ നമ്മൾ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ടുണ്ട്. ഇനി കല്ലുപ്പ്, പിന്നെ ഒരു കഷ്ണം മഞ്ഞൾ വേണം. മഞ്ഞൾ എടുക്കട്ടെ.
അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഒരു പിടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ അമ്മീമ നന്നായിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സി ജാറിനകത്ത് ഇടാനുള്ളതുണ്ട് വെച്ചെങ്കിൽ അതിനകത്തിട്ട് അരച്ചെടുത്താലും മതി. അപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല ഇടുമ്പോഴേ ഞാൻ അതിൻ്റെ തണ്ടും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും മുരിങ്ങയുടെ തോലൊക്കെ അത് നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ചെയ്യണ സംഭവങ്ങളാണ്. അപ്പം ഞാൻ തോലൊന്നും എടുത്തിട്ടില്ല, മുരിങ്ങയുടെ തണ്ടും എല്ലാം കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ആളവിടെ നിർത്തിയിട്ടുണ്ട്, അതിൻ്റെ കരച്ചിലാണ്, കൂടെയുള്ളവരെയൊന്നും കാണാത്തല്ലേ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മഞ്ഞൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മരുന്ന് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിൽ ചെറിയ ജാറിലിട്ട് അരച്ചാൽ മതി. ഇത് ഫ്രിഡ്ജിനകത്തൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ട. 2 നേരമൊക്കെ പറ്റി കൊടുക്കാനാവുമ്പോഴേ ഒരു കാലിൽ മാത്രമായിട്ട് പറ്റരുത്. നന്നായി പറ്റിയ കാലിൽ നമ്മൾ നല്ലോണം പറ്റും, മറ്റേ കാലിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ 2 കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഒരു കാലിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരയ്ക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് മിക്സി ജാറിനകത്ത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആ ചതകുപ്പ ഒന്ന് അരിക്കടി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇടുകയാണെന്ന് വെച്ചെങ്കിൽ അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടുതലോ അല്ലെങ്കിൽ കുറവോ അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളം നല്ലവണ്ണം ഒഴിച്ചിട്ട് ഇത്തിരി ലൂസ് ഉള്ള ഒരു പാകത്തിനാണ് നിങ്ങൾ എടുത്തിരിക്കണേ വെച്ചെങ്കിൽ കോഴിയുടെ കാലുമ്മ വെള്ളം ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കോഴിയുടെ കാലുമ്മ മരുന്ന് പെരട്ടണം, അങ്ങനെ പിടിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണം നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ കോഴിയുടെ കാലുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അരിക്കടി വെള്ളമാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരിക്കടി വെള്ളം മാറ്റി വയ്ക്കില്ല, അതായത് അരി കഴുകുന്ന ആദ്യത്തെ വെള്ളം കേട്ടോ, അതാണ് അരിക്കടി വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാലുമ പരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. അരിക്കടി വെള്ളം തന്നെ ഒരു നല്ലൊരു മരുന്നാണ്. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾ ഒന്ന് വീണാൽ തന്നെ, ഇവിടെയൊക്കെ കുട്ടികൾ വീണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തലയൊക്കെ മുട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ മുഴ വരുമല്ലോ, ഈ അരിക്കടി വെള്ളത്തിൽ തൊട്ടാവാടി അരച്ചിട്ട് ഇവിടെ 4 കുട്ടികളുണ്ടായിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നേരം കൊണ്ട് ആ മുഴയൊക്കെ താന്നു പോവും. നമ്മൾ വിശ്വസിക്കില്ല. ആദ്യമൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ അരിക്കടി വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അരിക്കടി വെള്ളം കാലുമാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അതായിരിക്കും കൂടുതൽ നന്നായിരിക്കാം. ഇനി നമുക്ക് മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മരുന്ന് പറ്റിയതിന് ശേഷം നിങ്ങൾക്കത് പോകുമെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു തുണി ചുറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ 2 നേരം പറ്റി കൊടുക്കുക. ഉച്ചനേരമൊക്കെ ആകുമ്പോൾ വല്ല തൈലൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് മാറാവുന്നതാണ് വെച്ചെങ്കിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു കുറവ് ഫീൽ ചെയ്യും. 4-5 അല്ല, പിറ്റേ ദിവസം തന്നെ നല്ല കുറവ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മളിത് 7 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ഇതിന് മുമ്പ് നമ്മുടെ കോഴിക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ട് 100% നമുക്ക് വിജയം കിട്ടിയിട്ടുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയണത്. തീർച്ചയായിട്ടും നമുക്കത് മാറും എന്നുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ